അവരുടെ ഭൂമി അവിടെയുള്ള കുറച്ച് ഭൂവുടമകൾ ആയിട്ടുള്ള മുസ്ലിംകളായിട്ടുള്ള ഭൂവുടമകൾ അത് കയ്യേറുന്നു. അതിനെതിരെ ഈ ആദിവാസികൾ എതിരെ സ്വന്തം ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രശ്നം BJP ഏറ്റെടുക്കുന്നു. BJP ഏറ്റെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അച്ഛൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. ആ സമയത്ത് മാരാർജി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് റജിയൊക്കെ ഇടപെടുന്നത്. അത് BJP അതിനെ രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നു. ഈ പറഞ്ഞ കുട്ടല്ലൂർ മലയിൽ നിന്നും 60 കിലോമീറ്റർ, കുട്ടല്ലൂരിൽ നിന്ന് 60-65 കിലോമീറ്റർ ദൂരെയായിരിക്കും. അത്രയും ദൂരം കാൽനടയായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നടന്ന ആദിവാസി ഭൂമി സമരങ്ങളിൽ ആ രീതിയിൽ പൂർണ്ണമായിട്ടും ഭൂമി കിട്ടിയ, പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിയ ആദ്യത്തെ സമരം ഒരുപക്ഷെ അവസാനം അത് തന്നെയായിരിക്കണം. അത് ആ പ്രദേശത്തുള്ള ഈ പറഞ്ഞ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ക്ഷീണമായിട്ട് മാറിയിട്ടുണ്ട്. അവരെ ആശ്രയിക്കാതെ BJP ആശ്രയിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം വിജയിച്ചു. സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ് എന്ന് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകുക അച്ഛൻ തന്നെയായിരിക്കും. അതേമാതിരി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ എൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അച്ഛൻ തന്നെയാണ്. കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ ആ രീതിയിലായിരുന്നു. പറഞ്ഞല്ലോ, വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. കല്ലാച്ചിയിലാണ്. കല്ലാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺ ഏരിയയാണ്. അത്യാവശ്യം നല്ല സഞ്ചാര അധ്യാപകനായിരുന്നു. അവിടെ നിന്നും 5 കിലോമീറ്റർ ഉൾനാട്ടിലാണ് ഈ പറഞ്ഞ വാണിമേലും ഭൂമിവാദിക്കലും ഞങ്ങളുടെ വീടും. ഈ കല്ലാച്ചിയും വാണിമേലും 2 പഞ്ചായത്തല്ലേ? അതെ, കല്ലാച്ചി എന്ന് പറഞ്ഞാൽ നാദാപുരം പഞ്ചായത്താണ്. വാണിമേൽ പഞ്ചായത്ത് വേറെയാണ്. അയൽ പഞ്ചായത്തുകൾ തന്നെയാണ്. പക്ഷെ 5 കിലോമീറ്റർ അകലെയാണ് ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അത്രയും ഉള്ളിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നതും. അതേ സ്കൂളിലാണോ പഠിച്ചത്? 4ാം ക്ലാസ്സിൽ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിലാണ് പഠിച്ചത്. കല്ലാച്ചി MLP സ്കൂൾ. അപ്പോൾ ആ സമയത്ത് ഒക്കെ തന്നെ അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ചുറ്റുപാടും കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഓരോ ചെറിയ കുട്ടി ചോദിക്കുന്ന കൗതുകം അറിയാമല്ലോ. ആ സമയത്ത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് സ്കൂളിലേക്ക് എത്തും. 2 കിലോമീറ്റർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറി കല്ലാച്ചിക്ക് 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്കൂളിലേക്ക് എത്തുക. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ കൈപിടിച്ച് നടന്ന് സംസാരിക്കാനും ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ തന്നെ ഒരു സമയമുണ്ട്. അച്ഛൻ എൻ്റെ ചോദ്യങ്ങളെ ഒന്നും തന്നെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താറില്ല. കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരും. ചോദിക്കും, എന്തിനെ പറ്റിയും ചോദിക്കും. ചോദിക്കുന്ന എന്തിനെ കുറിച്ചും അച്ഛന് കൃത്യമായിട്ടുള്ള മറുപടിയുമുണ്ട്. എല്ലാത്തിനെ കുറിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ വിശദീകരിച്ചു തരും. വീട്ടിലും അത്തരത്തിലുള്ള സാഹചര്യം തന്നെ ഒരുക്കിയിരുന്നു. ഒരുവിധം നല്ല പുസ്തകങ്ങളൊക്കെ തന്നെ വീട്ടിൽ ലഭ്യമാണ്. ആനുകാലികങ്ങളൊക്കെ തന്നെ ഒരുവിധമൊക്കെ തന്നെ അച്ഛൻ വീട്ടിലേക്ക് വരുത്തിയിരുന്നു. പഠിക്കാനുള്ളതിനപ്പുറം വായിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിൽ ഒരുക്കിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ എൻ്റെ പേഴ്സണാലിറ്റി ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെയുള്ള സാഹചര്യങ്ങൾ അച്ഛൻ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ആ രീതിയിൽ എൻ്റെ സ്വഭാവ രൂപീകരണത്തിലായി കഴിഞ്ഞാലും എൻ്റെ എഴുത്തിൻ്റെ താല്പര്യത്തിന് പിന്നിലായി കഴിഞ്ഞാൽ, സാഹിത്യ താല്പര്യത്തിന് പിന്നിലായി കഴിഞ്ഞാലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അച്ഛൻ തന്നെയാണ്. ഭാസ്കരൻ മാസ്റ്റർ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഇരയാണ്. അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിനെ അങ്ങനെ ഒരു ഇരയാക്കിയത് എന്ന് പോലും, അതായത് അദ്ദേഹം അത്ര വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു LP സ്കൂളിലെ അധ്യാപകനായിരുന്നു, എയ്ഡഡ് LP സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇതെല്ലാം ഇരിക്കുമ്പോഴും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ക്രൂരമായ കൊലക്കത്തിക്ക് ഇരയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പം അന്ന് കുമാരേട്ടനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ആ വളയം അക്രമ സംഭവം. ആ സാഹചര്യത്തെക്കുറിച്ച് അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. ആ ഒരു ഞങ്ങളുടെ മേഖല, നാദാപുരം മേഖലയുടെ ഒരു പൊതുവെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നാദാപുരം എന്ന് കേൾക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒരുപാട് കാലമായിട്ട് സംഘർഷത്തിൽ നിന്നും മോചിതമാണെങ്കിലും ഇപ്പോഴും ഏതൊരാളോട് നാദാപുരം എന്ന് പറയുന്ന സമയത്ത് ഒരു സംഘർഷ മേഖല എന്നാണ് ഏതൊരാളുടെ പ്രദേശം എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ചെറുപ്പം മുതലേ തന്നെ നമ്മളത് നേരിട്ട് കണ്ടും കേട്ടും അനുഭവിക്കുന്നത് തന്നെയാണ്. കാരണം അവിടെ അടിക്കടി കലാപങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും അവിടെ CPM ലീഗ് സംഘർഷം എന്ന രീതിയിലാണ് ഉണ്ടാകാറ്. അത് വളർന്ന് പിന്നീട് ഹിന്ദു മുസ്ലിം സംഘർഷമായിട്ട് മാറുന്നു, വർഗീയ കലാപങ്ങളായിട്ട് മാറുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു കലാപമായിട്ട് അത് മാറിയത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും 1-2 ആൾക്കാർ മരിച്ചു എന്നുള്ള 9 പേര് ആ ഒരു ഇതിനകത്ത്. നാദാപുരം പഞ്ചായത്തിലുണ്ട്, നാദാപുരം മണ്ഡലത്തിൽ മൊത്തം. അതിൽ കൂടുതലും കലാപം നടന്നിട്ടുള്ളത് ഞങ്ങളുടെ വാണിമേൽ മേഖലയിലാണ്, വാണിമേൽ പഞ്ചായത്തിലാണ്. കൂടുതൽ ആൾക്കാരും കൊല ചെയ്യപ്പെട്ടതും ആ ഒരു മേഖലയിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ CPM ലീഗ് സംഘർഷം അത് തുടങ്ങുന്നത് ആ രീതിയിലാണെങ്കിലും പിന്നീട് അത് വളർന്ന് ഹിന്ദു മുസ്ലിം സംഘർഷം എന്ന രീതിയിലൊക്കെ ആയിട്ട് അത് വളരും. പക്ഷെ ഈ പറഞ്ഞ അച്ഛൻ BJP പ്രവർത്തകനാണ്. BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയായിരുന്നു. അതിനു മുമ്പ് അവിടെ വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പക്ഷേ BJP എന്ന് പറയുന്നത് അവിടെ ഒരു പൊളിറ്റിക്കൽ പവറേ അല്ല, ഒരു രാഷ്ട്രീയ ശക്തിയേ അല്ല, ഒരു ഈ പറഞ്ഞ രീതിയിൽ ആരോടെങ്കിലും ഏറ്റുമുട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ശക്തി അല്ല അവിടെ. അതേസമയം തന്നെ വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഞങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വാണിമേലിനോട് ചേർന്ന് വാണിമേൽ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു മലയോര മേഖല, അവിടെയുള്ള കുറിച്യ കോളനി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കുറിച്യ വിഭാഗത്തിലുള്ള ആളുകൾ താമസിക്കുന്ന കുറ്റല്ലൂർ എന്ന് പറഞ്ഞൊരു പ്രദേശം, ഒരു മലയാണ് കുറ്റല്ലൂർ മലയാണ്. അവരുടെ കുറിച്യരുടെ ഭൂമിയാണ്, അവരുടെ ആദിവാസി ഭൂമിയാണ്. അവരുടെ ഭൂമി, അവിടെയുള്ള കുറച്ച് ഭൂവുടമകൾ ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഭൂവുടമകൾ അത് കയ്യേറുന്നു. അതിന് വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളോ മത താല്പര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവരുടെ ഭൂമി കയ്യേറുന്നു. അതിനെതിരെ ഈ ആദിവാസികൾ ആയിട്ടുള്ള ആളുകൾ എതിരെ സ്വന്തം ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവര് സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളെയും സമീപിക്കുന്നു, അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അവരൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് CPM ആണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടെയുള്ള ഹിന്ദുക്കളുടെ പാർട്ടി, നമ്മളിപ്പോ ഹിന്ദുക്കളെയാണ്. കാരണം അവിടെയുള്ള ഹിന്ദുക്കളെല്ലാവരും തന്നെ, അവിടെയുള്ള പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. ഹിന്ദുക്കളൊക്കെ തന്നെ ഭൂരിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും. കുറച്ച് പേര് അതിനകത്ത് കോൺഗ്രസ് ഉണ്ടാവും, വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം BJP ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്. ഈ മുസ്ലിം ലീഗാണ് ഓപ്പോസിറ്റ് മുസ്ലിം ലീഗാണ്. ആ കാലഘട്ടത്തിൽ മറ്റു മുസ്ലിംസിന് വേറെ സംഘടനകളൊന്നും അവരെ ഇല്ലില്ല. ആ സമയത്തായിട്ടില്ല. മുസ്ലിം ലീഗാണ് അവിടെ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗാണ്, അവരാണ് വലിയ പാർട്ടി. ആ രീതിയിലാണ് ഇത്. അപ്പൊ മുസ്ലിം ലീഗ്, ഈ പറഞ്ഞ മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞ ഭൂമി കൈയേറ്റം ചെയ്തിരുന്ന ഭൂവുടമകൾ എന്നതുകൊണ്ട് അവരെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് ഇവര് കുറച്ച് ആദിവാസികള് CPM-നെ സഹായത്തിന് വേണ്ടി സമീപിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവരെ വേണ്ട രീതിയിൽ അവരെ പരിഗണിച്ചില്ല, സഹായിക്കാൻ തയ്യാറായില്ല. അവർ പിന്നെ മറ്റു പല കോൺഗ്രസ്സുകാരെയും സമീപിച്ചു. സമയത്ത് കോൺഗ്രസ് ലീഗിനോട് അലയൻസ് ആണ്. അപ്പോൾ പിന്നെ അവരുടെയും സഹായം കിട്ടില്ല. CPI അവിടെ പ്രധാന കക്ഷിയല്ല, അല്ല പ്രധാന കക്ഷി അല്ല. കാരണം വാണിമേൽ പഞ്ചായത്തിന് അത്രത്തോളം വലിയ ശക്തിയൊന്നും ഉണ്ടാകാം. പക്ഷെ അവർ ആ രീതിയിൽ മെയിൻ സ്ട്രീമിലൊന്നും ആ രീതിയിൽ പ്രധാനമായിട്ടും ആ രീതിയിൽ പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ് CPM-കാർ. അപ്പോൾ അവരെ സമീപിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും കാര്യമായിട്ടുള്ള സഹായങ്ങൾ കിട്ടാതായപ്പോൾ ആണ് അവർ BJP-യെ സമീപിച്ചത്. BJP-യെ സമീപിക്കുന്ന സമയത്ത് ആ സമയത്ത് പഞ്ചായത്തിന്റെ ചുമതലയുള്ള അച്ഛനാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രശ്നം ബി ജെ പി ഏറ്റെടുക്കുന്നു. ബി ജെ പി ഏറ്റെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അച്ഛൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ അവർ ബി ജെ പിയുടെ മണ്ഡലം ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ഒക്കെ തന്നെ കാണുന്നു. ഇത് ഏത് വർഷത്തിലായിരിക്കും? ആ 90-ലെ കാലഘട്ടത്തിലായിരിക്കും. 80-കളിലായിരിക്കും. 90 ഏകദേശം അത് അവസാനിച്ചിട്ടുണ്ട്. 90 ഒരു ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നു. ആ സമയത്ത് മാരാർജി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് മാരാർജിയൊക്കെ ഇടപെടുന്നു. അത് ബി ജെ പി അതിനെ രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നു. അതായത് ഇവരെ സഹായിക്കുന്നു. പ്രത്യക്ഷ സമരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നിയമ പോരാട്ടങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഈ ഭൂമി ഇവർക്ക് അവകാശപ്പെട്ട ഭൂമി തന്നെയാണ്. ഇതിൻ്റെ അടിയാധാരവും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ പേരിലാണ്. എന്നിട്ടും അത് അനധികൃതമായിട്ട് മറ്റുള്ളവരെ കൈയേറ്റം ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു വശത്ത് നിയമ പോരാട്ടം ശക്തമാകുന്നു, മറുവശത്ത് ഒപ്പം തന്നെ വലിയ പ്രത്യക്ഷ സമര പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഥകൾ സംഘടിപ്പിക്കുക. അവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് കോഴിക്കോട് ടൗൺ. കളക്ടറേറ്റ് കോഴിക്കോട് ടൗണിലാണ്. അവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ 89-ല് ഈ പറഞ്ഞ കുട്ടല്ലൂർ മലയിൽ നിന്നും 60 കിലോമീറ്ററാണ്. കുട്ടല്ലൂരിൽ നിന്ന് 60-65 കിലോമീറ്റർ ദൂരെയായിരിക്കും. അത്രയും ദൂരം കാൽനടയായിട്ട് ജാഥ നടത്തി. അതായത് ഭാസ്കര മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ വനവാസി വിഭാഗമായി കുറിച്ച് തങ്ങളുടെ അവകാശത്തിന് വേണ്ടി കുറ്റില്ലൂർ മലയിൽ നിന്ന് 65 കിലോമീറ്റർ കളക്ടറേറ്റിലേക്ക് ജാഥ നടത്തി. അതൊരു വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുത്തു അച്ഛനും. ബി ജെ പിയുടെ ആ രീതിയിൽ അത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യം ആ രീതിയിലെ ജാഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ പിന്നെ അവസാനം ഈ സമരം നിയമപരമായിട്ട് വിജയിക്കുകയും ചെയ്തു. ഭൂമി പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അത് ആ പ്രദേശത്തുള്ള ഈ പറഞ്ഞ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ക്ഷീണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവരെ അവരെ ആശ്രയിക്കാതെ BJP ആശ്രയിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം വിജയിച്ചു എന്നുള്ളത് സംഭവം. സമരം പൂർണ്ണമായിട്ട് വിജയിച്ചു. അപ്പോൾ അതായത് ഈ കയ്യേറിയ ഭൂമി മൊത്തമായി വനവാസികൾക്ക് തിരിച്ചു കിട്ടി. കുറച്ച് വിഭാഗത്തിന് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി. വലിയ അച്ചീവ്മെന്റ് ആണ്. വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരുപക്ഷെ കേരളത്തിൽ നടന്ന ആദിവാസി ഭൂമി സമരങ്ങളിൽ ആ രീതിയിൽ പൂർണ്ണമായിട്ടും ഭൂമി കിട്ടിയ, പൂർണ്ണമായിട്ട് വിജയത്തിലെത്തിയ ആദ്യത്തെ സമരം ഒരുപക്ഷെ അവസാനം അത് തന്നെയായിരിക്കണം. അത് തന്നെയാണ്. ഈ നാട്ടുവാസി വനവാസിയുടെ ഭൂമി കയ്യേറാൻ തുടങ്ങിയാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി. ഇപ്പൊ അവരുടെ കേസ് തന്നെയാണുള്ളത്. അതായിരിക്കണം ഒരുപക്ഷെ അച്ഛനോട് CPM-ന് ആ രീതിയിൽ വിരോധം തോന്നാൻ കാരണം. അല്ലാതെ വേറൊരു തരത്തിലുള്ള വിരോധത്തിൻ്റെ അതൊരു ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ പ്രദേശം വാണിമേൽ പഞ്ചായത്ത്, അവിടെ CPM ലീഗ് സംഘർഷം ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും CPM BJP സംഘർഷം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിലൊന്നും ആ സമയത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്തുള്ള വളയം പഞ്ചായത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ടൊരിക്കലും ബാധിക്കാറില്ല. ഇവിടെ ഇങ്ങനെ തന്നെ വളരെ സൗഹൃദ അന്തരീക്ഷം തന്നെയാണ് കടന്നു പോവാറ്. കാരണം അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആളുകളൊക്കെ തന്നെ CPM-ൻ്റെ ആൾക്കാർ തന്നെയാണ്. എൻ്റെ കളിക്കൂട്ടുകാരൊക്കെ തന്നെ CPM-ൻ്റെ ആൾക്കാരുടെ മക്കളാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ CPM-ൻ്റെ ആൾക്കാർ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാതെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിച്ച് നടന്ന് ജീവിച്ചു പോരുന്നവരാണ്. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. അവരുടെ വീട്ടിലേക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുക. എൻ്റെ വീട്ടിലേക്ക് അടുത്തുനിന്നാണ് വെള്ളം കൊണ്ടുപോകുക. അവരൊക്കെ അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ശത്രുതയും ഇവരോടും ആരോടും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വിശ്വസിക്കുന്ന ഒരു പഴഞ്ചൊൽ ഓർമ്മ. അപ്പോ ആ രീതിയിലുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇങ്ങനെയുള്ളൊരു സംഘർഷത്തിൻ്റെതായിട്ടുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നേ ഇല്ല. അച്ഛന് നേരെ അങ്ങനെ ഒരു തരത്തിലുള്ള ആക്രമണം ആരും നടത്തില്ല. ഇപ്പോൾ അവിടെ CPM ലീഗ് സംഘർഷം വളർന്ന് വർഗീയകലാപമായിട്ട് മാറാറുണ്ടെങ്കിൽ പോലും ആ സമയത്തും ഒരു ഹിന്ദു എന്ന രീതിയിൽ അച്ഛനെതിരെ ആരും ആക്രമണം നടത്തില്ല. കാരണം എല്ലാവരോടും അത്രയും സ്നേഹത്തോടു കൂടിയും സൗഹൃദത്തോടും കൂടിയാണ് പെരുമാറുന്നത്. മുസ്ലിം ലീഗുകാർക്കുള്ള അത്രയും വകതിരിവ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ലായിരുന്നു.
വളരെ അടുപ്പത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അച്ഛൻ മരിക്കുന്ന ആ സമയം വരെ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്കാർക്കും അറിയില്ല, ഞങ്ങളുടെ വീട്ടുകാർക്കാർക്കും അറിയില്ല. കാര്യം ഇതിൽ ശത്രുതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 97-ലാണ് അച്ഛൻ മരിക്കുന്നത്. 97 ജൂൺ 29-നാണ്.